നമസ്കാരം കൂട്ടുകാരെ, കേരള റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നിവിടെ നാടൻ ചെമ്മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കിലോളം വരുന്ന ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്കിനി ചെമ്മീനിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ആട്ടോ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും അതിലോട്ട് ഇട്ടണം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. നമുക്ക് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ ഇത് വെക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ തിരുമാം. ചെമ്മീൻ അപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ് ഞാനിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ ഇത്, ചെറിയ 2-3 കഷ്ണം കൊടമ്പുളി ചേർക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണം. അത്രയും മതി, ചെമ്മീൻ അധികം വേവിക്കണ്ട. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ കുറച്ച് ഗ്രേവി വരുമല്ലോ, അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് വറ്റി, ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും അപ്പുറത്തെ അടുപ്പിൽ ഞാൻ അത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ ചട്ടി ചൂടാക്കുക. എനിക്ക് ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. കാരണം അത് ആ ടേസ്റ്റ് പാനിൽ ഉണ്ടാക്കണേക്കാളും ഇങ്ങനത്തെ ചട്ടിയിൽ അല്ലെങ്കിൽ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കുകയാണ്. ഒപ്പം തന്നെ ഒരു 3 വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റണം. നമ്മുടെ ചെമ്മീൻ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകമായി. ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ സവാള അപ്പേക്കും വഴറ്റിയെടുക്കാം. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ഇത് ഫ്രൈ ആണല്ലോ. അപ്പോൾ സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടാണ് ഈ ചെമ്മീൻ ചേർക്കേണ്ടത്. അപ്പം അതിനൊക്കെ ഉള്ളതായിട്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടേ. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം കേട്ടോ. ഇവിടെ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വറ്റിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി ഇത് ചെമ്മീൻ കഷ്ണം പൊടിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ടത് മൊരിയിച്ചെടുക്കുക. കണ്ട, ഞാനിവിടെ നന്നായിട്ട് മൊരിയിച്ചെടുത്തു. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളറിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുക.